ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധരയാണെങ്കിലോ നമ്മുടെ വിവേക് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. കാരണം അവിടെയാണെങ്കിലോ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് സമാധാനം പറഞ്ഞിട്ട് അവരെയൊക്കെ പിരിച്ചു വിടണമല്ലോ. അതിനുവേണ്ടി മമ്മി പെട്ടെന്ന് പൊക്കോളാനായിട്ട് പറയുന്നു. ആ സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ മോനെ എന്ന് പറയുന്നു. ഞാൻ തീർച്ചയായും വിളിക്കാം. അങ്ങനെ മല്ലികയും വസുന്ധരയും കൂടി വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നീടാണെങ്കിലും അഭിക്കും ശിവയ്ക്കും അഞ്ജുവിനും ഭയങ്കരമായൊരു ഡൗട്ടാണ് കേട്ടോ. ചേട്ടൻ പറഞ്ഞില്ലേ വിവേകാണ് വർഷയോട് എന്തോ പറഞ്ഞപ്പോഴാണ് വർഷയ്ക്ക് സഹിക്കാൻ സാധിക്കാതെ ഓടിയതെന്ന് പറയുന്നു. അപ്പോൾ അഞ്ജു പറയുന്നുണ്ട്, ശ്രീയേട്ടൻ പറഞ്ഞത് ഇപ്പോൾ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? കാരണം എന്ന് വെച്ചാൽ ശ്രീയേട്ടൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ അഞ്ജു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്ന് പറയുന്നു. അത് പിന്നെ അങ്ങനെയൊന്നും അല്ല. ശ്രീ ആണെങ്കിലോ വർഷയ്ക്ക് ഈ അപകടം സംഭവിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് അഭി തീർത്തും പറയുകയാണ്. ആ സമയത്ത് ശിവ പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണോ അഭി? അങ്ങനെ തന്നെയാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ പിന്നീട് ആ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടല്ലോ ശരത്ത്, അവനും വിവേകും എല്ലാവരും കൂടിയും വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അവർ നിന്നിട്ട് വർഷയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്താണ് അവിടേക്ക് പോലീസ് വരുന്നത് കേട്ടോ. കാരണം ഈ വണ്ടി ഓടിച്ചവൻ ആരാടാ എന്ന് ചോദിക്കുന്നു. ഞാനാണ് സാർ എന്ന് പറയുന്നു. നീയാണോ വണ്ടി ഓടിച്ച് ശ്രദ്ധ ഇല്ലാതെയാണോ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ തന്നെയാണ് പോലീസിൽ ഈ ഒരു ആക്സിഡൻറ്റ് ഇൻഫോം ചെയ്തതെന്നും അയാൾ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും നിയമത്തിനെ വളരെയധികം പേടിയാണ്. അതുകൊണ്ട് രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ വേഗം നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. ആ സമയത്ത് വിവേകാണെങ്കിലോ ശരത്തത്ത് തീർത്തും ഒരു നിരപരാധിയാണ്. കാരണം വർഷയാണ് അവൻ്റെ വണ്ടീൻ്റെ മുന്നിലേക്ക് ചാടിയത്. അങ്ങനെ ചാടാനായിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ടോയെന്നായിട്ട് അറിയില്ല. കാരണം ഞങ്ങളുടെ വിവാഹം ഇന്നലെ ആയിരുന്നു. ആ സമയത്ത് വളരെയധികം സന്തോഷത്തിലായിരുന്നു വർഷ. പെട്ടെന്ന് അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, മനഃപൂർവ്വം അവൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്നുള്ളത് വിവേക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഡോക്ടർ വരുന്നു കേട്ടോ. ഡോക്ടർ വന്നതിന് ശേഷം തന്നെ വിവേക് എന്തായി വർഷയുടെ കാര്യങ്ങളെന്ന് ഡോക്ടറോട് വിവേക് അന്വേഷിക്കുന്നു. ആ സമയത്ത് വർഷയുടെ കാര്യം 48 മണിക്കൂറാവാതെ ഒന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം തലച്ചോറിൽ നന്നായിട്ട് തന്നെ ആ മുറിവൊക്കെ കുഴപ്പമില്ല, ഞാൻ സർജറി ചെയ്തിട്ട് അത് ഓക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ 48 മണിക്കൂർ കഴിയാതെ വർഷയുടെ നില ഏത് രീതിയിലായിരിക്കും തിരിച്ചു വരിക എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അത് സക്സസ് ആയിരുന്നു. പക്ഷേ തലയിലേറ്റ് ഇഞ്ചുറി കുറച്ച് ആഴത്തിലുള്ളതായത് കാരണം അവളുടെ എന്താ പറയുക, ഇനിയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. ഡോക്ടർ എന്താ പറയുന്നതെന്ന് ചോദിക്കുന്നു. തലയിലായതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് തളർച്ചയോ കണ്ണിന് വൈകല്യമോ കാതിന് കേൾവിക്കുറവോ അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നേക്കാം. അല്ലാതെ പിന്നെയും ചില കേസസിലാണെങ്കിലോ ചിലപ്പോൾ കോമ സ്റ്റേജിലേക്ക് പോയി എന്ന് വരാമെന്ന് പറയുന്നു. ആ സമയത്ത് നമ്മുടെ എല്ലാവരും ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എന്താ സാർ ഈ പറയുന്നത്? അങ്ങനെ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ഈ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ മാത്രമല്ല അവരുടെ കൂടെ വന്നിട്ടുള്ളവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയെന്ന ഉത്തരവാദിത്വം എന്നിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അത് പിന്നെ നിങ്ങളത് മനസ്സിലാക്കണം. ഏതവസ്ഥയിലാണ് ഇനി വരാൻ പോകുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അത് 48 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ അത് ഏതവസ്ഥയാണെങ്കിലും നിങ്ങളത് തരണം ചെയ്ത് തന്നെ പറ്റുള്ളൂ എന്ന് പറയുന്നു. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, വിദേശത്ത് വല്ലതും വർഷയെ കൊണ്ടുപോയാൽ എങ്ങനെയായിരിക്കും സർ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ അവളെ എങ്ങോട്ടും കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം സർജറി സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു അതായത് ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് ചെറിയൊരു ബ്ലീഡിങ് അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ വർഷയ്ക്ക് ഇപ്പോൾ റെസ്റ്റാണ് വേണ്ടത്. 48 മണിക്കൂറിന് ശേഷം തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് കൂടി ആലോചിക്കാമെന്നും ഡോക്ടർ പറയുന്നുണ്ട്. താൻ മനഃശക്തി കൈവിടണ്ട എന്നും വിവേകിനോട് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ നമ്മുടെ ശരത്തിനെ കാണുന്നുണ്ട്. എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേനും ഡോക്ടർ 48 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്നും പേടിക്കേണ്ട, എന്തായാലും വർഷ തിരിച്ചു വരും, അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ശരത്ത് അവരെ സമാധാനിപ്പിക്കുന്നു കേട്ടോ. ഞാൻ സ്റ്റേഷനിലൊന്ന് പോവാണ്, ലൈസൻസ് ഒന്ന് കൊടുക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്.
വിവേക് അപ്പോൾ പറയുന്നുണ്ട് കേസൊന്നും വേണ്ടാന്ന് ഞാൻ പറയാമെന്ന് പറയുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല വിവേക്, ഇൻഷുറൻസ് കിട്ടണത് എന്തിനാണ് നിങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യം, അതങ്ങനെ തന്നെ നിയമത്തിൻ്റെ പരിപാടിക്ക് തന്നെ പൊക്കോട്ടെ എന്ന് പറയുന്നു. എന്താവശ്യത്തിനും എന്നെ വിളിക്കണം, ഉടനെ തന്നെ ഞാനിവിടെ എത്തിയിരിക്കും. പിന്നെ വർഷയുടെ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, വർഷ എന്തായാലും നല്ല രീതിക്ക് തന്നെ തിരിച്ചു വരും. അയാൾ നല്ല പോസിറ്റീവായിട്ടാണ് കേട്ടോ അവരോട് സംസാരിക്കുന്നതെങ്കിൽ അവർക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ശ്രീനാഥും വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിവേക് അവിടെ തനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വിവേക് എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് താൻ എന്തിനാടോ ഇങ്ങോട്ട് വന്നതെന്ന് വിവേക് ചോദിക്കുന്നു. വർഷയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അവൾക്ക് എന്താ ജീവനുണ്ട്, കുറച്ച് ബാക്കിയുണ്ട്, അതും കൂടി തനിക്ക് വേണമെന്ന് ചോദിക്കുന്നു കേട്ടോ. എന്താ വിവേക് ഇങ്ങനെയൊക്കെ പറയുന്നത്, താൻ കാരണമല്ല എൻ്റെ വർഷയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. തന്നെ അവൾ എത്ര സ്ഥാനത്താണ് കണ്ടത്, ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത്. പാവം എൻ്റെ വർഷയ്ക്ക് ആരുമില്ലായിരുന്നു, പക്ഷെ തന്നെ കണ്ടപ്പോൾ അവൾക്ക് എത്ര സന്തോഷമായിരുന്നു. താനായിരിക്കണം അവളുടെ വിവാഹം നടത്തി കൊടുക്കേണ്ടതെന്ന് അവൾ ആഗ്രഹിച്ചു പോയി. തന്നെ എത്രമാത്രം അവൾ സ്നേഹിക്കുന്നു, തനിക്ക് തന്നിട്ടുള്ള സ്ഥാനം എവിടെയാണെന്ന് തനിക്ക് അറിയാടോ എന്ന് ചോദിക്കുന്നു കേട്ടോ. വിവേക് എന്തൊക്കെയാണ് പറയണം, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, താൻ ഒരു തെറ്റും ചെയ്തില്ലേ, അതുകൊണ്ടല്ലേ ഈ വർഷയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുന്നു. ഇപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി ശ്രീനാഥ്. അന്ന് സേവ് ദ ഡേറ്റിൻ്റെ അന്ന് തൻ്റെ മുഖം വളരെയധികം വാടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അന്ന് താൻ ബാറിൽ പോയിട്ട് വെള്ളം അടിക്കുകയും ചെയ്തു. ഇതെല്ലാം തന്നെ ഒറ്റ ഉദ്ദേശമാണ്, ഞാനും വർഷം ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് ഒട്ടും തന്നെ സഹിച്ചില്ല. അതിൻ്റെ പ്രതിഷേധമായിട്ടാണ് താൻ അങ്ങനെയൊക്കെ കരുതിയത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയൊന്നുമില്ല വിവേക് എന്ന് പറയുന്നുണ്ട്. ഇല്ലേ, അങ്ങനെ ഇല്ലെങ്കിൽ തനിക്ക് എന്താ ഇപ്പോഴും താനല്ലേ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞത്, അത് ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ പറഞ്ഞു പോയി. തനിക്കറിയോ, തന്നെ രക്ഷകർത്താവിൻ്റെ സ്ഥാനത്താണ് അവൾ കണ്ടിട്ടുള്ളത്. അവളെയാണ് താൻ ഇങ്ങനെ ചതിച്ചതെന്ന് പറയുന്നുണ്ട്. രക്ഷകർത്താവായിട്ട് ഞാൻ ഒരിക്കലും അവൾ എന്നെ കണ്ടു, പക്ഷേ എനിക്കങ്ങനെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയല്ലേ, അവൾ എൻ്റെ മനസ്സിൽ വന്ന് എന്നും ഉണ്ടായിരുന്നു. തനിക്ക് നാണം ഉണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യമേ അവളോട് പറയണമായിരുന്നു. പക്ഷെ അവളെല്ലാം പറയുന്നതിന് മൂളിൽ കേട്ടിട്ട് താൻ അവസാന നിമിഷം അവളുടെ ജീവിതം തച്ചുടക്കിയല്ലേ. തൻ്റെ ആഗ്രഹം എന്തായിരുന്നു, കല്യാണം മുടക്കണമെന്ന്. അതിനു വേണ്ടി തന്നെയാണ് താൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ശ്രീനാഥിനോട് വിവേക് പറയുന്നുണ്ട് കേട്ടോ. വിവേക് ഇങ്ങനെ പറയരുതെന്ന് പറയുമ്പോഴത്തേനും ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ കണ്ടുപോകരുത്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു നിങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരരുത്, പക്ഷെ ഞാൻ അതൊന്നും കേട്ടില്ല. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ തന്നെ വീട്ടിലേക്ക് കൊടുന്ന് ട്രീറ്റ് ചെയ്തു. പക്ഷെ എങ്ങനെ തന്നെ നോക്കിയത്, എന്നിട്ട് അവളോട് സഹതാപം തനിക്ക് ഉണ്ടായില്ലല്ലോ. ഇനി ഒരിക്കലും എൻ്റെ വർഷയുടെ ജീവിതത്തിൽ താൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോളാനായിട്ട് പറയുന്നു വിവേക് കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കാണ്ട വിവേക്. അങ്ങനെ ശ്രീനാഥ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീടാണെങ്കിലോ വർഷയുടെ അഞ്ജുവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അഞ്ജു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സങ്കടത്തിൽ കരയുന്നു. അവിടേക്ക് ശിവയും അഭിയും വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ 2 പേരും കൂടി 3 പേരും കൂടി ഇരുന്നിട്ട് കരയുന്നതായിട്ടാണല്ലോ കാണിക്കുന്നത്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ വിഷമിക്കല്ലേ, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിട്ട് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് നാളെ വന്നാൽ മതിയെന്ന് പറയുന്നു. ഞങ്ങൾ പോവില്ല വിവേക്, കാരണം വർഷ കണ്ണ് തുറക്കുമ്പോൾ ഞങ്ങളെ ചോദിച്ചാലോ, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം, ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. വിവേകിന് ഇവിടെ നിന്ന് പോകാൻ സാധിക്കുമോ? അതുപോലെ തന്നെയല്ലേ ഞങ്ങൾ വർഷയുടെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര പെട്ടെന്നാണല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അവർ പറയുന്നു കേട്ടോ. എല്ലാവർക്കും സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. വർഷയുടെ ഇനിയുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ലത് മാത്രം പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്